ഇതാണ് നമ്മുടെ ട്രയംഫിൻ്റെ ഏറ്റവും പുതിയ സ്പീഡ് T4 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ. അത് ട്രയംഫിൻ്റെ ഓൾറെഡി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളായിരുന്നു ട്രയംഫ് സ്പീഡ് 400 എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പുതിയ മോഡലിനെയാണ് ട്രയംഫ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു T400 ഏകദേശം നമ്മുടെ സ്പീഡ് 400നെക്കാളും 23,000 രൂപയോളം വിലക്കുറവാണ്. അതായത് 2,17,000 രൂപയ്ക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വിലയ്ക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റൈലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓൾറെഡി ട്രയംഫിൻ്റെ ഈ ഒരു 400cc സീരീസിൽ വരുന്ന ആ ഒരു റോഡ്സ്റ്റർ ലുക്ക് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. നിയോ റോഡ്സ്റ്റർ ലുക്കിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. ഏകദേശം പുതിയ 3 കളേഴ്സിലാണ് ഇത് നമുക്ക് അവൈലബിൾ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വൈറ്റ് കളർ വേരിയൻ്റ് ആണ്. അപ്പം ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു 400ലും സ്ക്രാംബ്ലറിലും ഒക്കെ നമ്മൾ കണ്ടുള്ള ആ ഒരു LED ഹെഡ്ലാമ്പാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഈ ഒരു DRലും കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള വ്യത്യാസം ട്രയംഫ് വരുത്തിയിട്ടില്ല. സൈഡിൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ടെയിൽ ലാമ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ആ സെയിം ഡിസൈനിലുള്ള ടെയിൽ ലാമ്പുമാണ്. അതിന് താഴെയായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ കാണുന്ന ടെലസ്കോപ്പിക് സസ്പെൻഷനിലാണ്. അത് 43mm എൻഡ്യൂറൻസിൻ്റെ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 140 മില്ലിമീറ്ററാണ് ഈ ഒരു സസ്പെൻഷൻ്റെ ട്രാവൽ എന്ന് പറയുന്നത്. അതിന് 17 ഇഞ്ച് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. 110 സെക്ഷൻ MRFൻ്റെ നോൺ റേഡിയൽ ടയേഴ്സാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സോ കോസ്റ്റ് കട്ടിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷോക്കിലും ടയറിലും ഒക്കെ തന്നെ ട്രയംഫ് കോസ്റ്റ് കട്ടിങ് നടത്തിയിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്ക്. ഇനി ബ്രേക്കിങ്ങിൻ്റെ സൈഡിലേക്ക് വരും കഴിഞ്ഞാൽ നമുക്ക് 300mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അതിൽ നമുക്ക് ആക്ച്വലി മൗണ്ടഡ് ബൈബ്രിയുടെ 2 പിസ്റ്റൺ കാലിപ്പറാണ് വന്നിരിക്കുന്നത് വിത്ത് ഓർഗാനിക് ബ്രേക്ക് പാഡ്സ്. സോ അവിടെ നമുക്ക് കോസ്റ്റ് കട്ടിങ് കാണാൻ സാധിക്കുന്നതാണ്. ടെലസ്കോപ്പിക് ഫോർക്ക് വന്നുകൊണ്ട് തന്നെ നമുക്കിവിടെ ആക്ച്വലി മൗണ്ടഡ് ആയിട്ടുള്ള ബ്രേക്ക് യൂണിറ്റാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഷാസിയിൽ മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല. ആ ഒരു ഹൈബ്രിഡ് ട്വിൻസ്പാർ ഷാസി തന്നെയാണ് ഈ ഒരു വാഹനത്തിലും ട്രയംഫ് യൂസ് ചെയ്യുന്നത്. ഇനിയും ഫ്യൂൽ ടാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ ഫ്യൂൽ ടാങ്കാണ്. 13 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഈ ഒരു ടാങ്കിലെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൈഡിലൊരു ബോൾഡ് 400 എന്നുള്ള ആ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ട്രയംഫിൻ്റെ ആ ഒരു ലോഗോ വരുന്നുണ്ട്. നമ്മൾ 600സിൽ മറ്റും കണ്ടിട്ടുള്ള പോലെയുള്ള ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുതന്നെ സ്പീഡ് T4 എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഈ ഒരു ടോപ്പ് ഏരിയയിൽ കാണാൻ സാധിക്കും. ഓഫ്സെറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ ക്യാപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പ്രത്യേകത ഉണ്ട്. ക്യോസ്കിൻ്റെ ഭാഗമായിട്ട് ഇത് സ്റ്റീൽ ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഹയർ ട്രയംഫ് 400 മോഡൽസിലൊക്കെ തന്നെ അലുമിനിയം ഹാൻഡിൽ ബാറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അത് കുറച്ചും കൂടെ ലൈറ്റർ ഫീൽ വരുന്നതായിരിക്കും. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഹെവി ആയിരിക്കും. പക്ഷേ അത് വാഹനം ഓടിക്കുമ്പോൾ മാത്രമേ നമുക്കത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഫീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ തന്നെ സെയിമാണ്. നമുക്ക് റൈറ്റ് സൈഡിൽ എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, ഹസാർഡ് ലാമ്പ് സ്വിച്ച് വരുന്നുണ്ട്, പവർ സ്റ്റാർട്ട് സ്വിച്ച് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പാസ് ആൻഡ് ഹൈ ബീം സ്വിച്ച്, അതേപോലെ തന്നെ ഹൈ ബീം ലോ ബീം സ്വിച്ച്. ഇത് നമ്മുടെ മീറ്റർ കൺസോൾ ആക്സസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ബട്ടണാണ്. ഇത് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ ബട്ടൺ, അതുപോലെ തന്നെ ഹോൺ പോലെയുള്ളതാണ്. ഹാൻഡിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ 400 സ്പീഡ് 400 ആയിട്ടൊക്കെ തന്നെ സെയിം ആണ്. പിന്നീട് നമ്മൾ ലിവേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺവെൻഷണൽ രീതിയിലുള്ള ലിവേഴ്സാണ്. അഡ്ജസ്റ്റബിലിറ്റി ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. ബട്ട് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കൈ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഒരു ഫീല് തരുന്ന ഒരു ലിവറാണ് വന്നിരിക്കുന്നത്. മീറ്റർ കൺസോളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർഷ്യലി അൺലോക്ക് പ്ലസ് ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഇതിലും വന്നിരിക്കുന്നത്. 0 to 80 വരെ നമുക്ക് സ്പീഡോ മീറ്ററിൽ അൺലോക്ക് മാർക്കിങ്സ് വന്നിട്ടുണ്ട്. ബാക്കി വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ ഇവിടെയാണ് കാണിക്കുന്നത്. ട്രയംഫിൻ്റെ ലോഗോ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സോ ലോഡപ്പ് ആകുമ്പോൾ ഏകദേശം ഈ ഒരു ലുക്കാണ് ഈ ഒരു മീറ്റർ കൺസോളിൽ വരുന്നത്. ഈ ഒരു ഡിജിറ്റൽ ഏരിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്കോമീറ്ററാണ് ഈ കാണുന്നത്. ഓഡോമീറ്റർ വരുന്നുണ്ട്, 2 ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി വരുന്നുണ്ട്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി വരുന്നുണ്ട്, ടാങ്ക് റേഞ്ച് കാണിച്ചു തരും. അതുപോലെ തന്നെ സെറ്റിംഗ് മെനുവും ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ നമുക്കിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു ഡിജിറ്റൽ ക്ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ ഗേജും വന്നിരിക്കുന്നത്. ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു Type-C ചാർജിങ് പോർട്ടും ട്രയംഫ് കൊടുത്തിട്ടുണ്ട്. സോ ഓൺ ദ ഗോ നമ്മളുടെ ഡിവൈസസ് ഒക്കെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു Type-C അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർട്ടും സഹായിക്കുന്നതായിരിക്കും. സ്പീഡ് 400 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഏകദേശം 1 ഡിഗ്രിയോളം റേക്ക് ആംഗിളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ കുറച്ചും കൂടെ ഷാർപ്പർ ആയിരിക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി സീറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കുറച്ചും കൂടെ വെൽ പാഡഡ് ആയിട്ടുള്ള സീറ്റാണ് പ്രീവിയസ് ജനറേഷൻ 400cc ട്രയംഫ് മോട്ടോർ സൈക്കിൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അതേപോലെ തന്നെ അത് ഈ ഒരു പാറ്റേണിൽ വരുന്നതാണ് കുറച്ചും കൂടെ ഗ്രിപ്പും കംഫർട്ടും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും. ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് കുറച്ചും കൂടെ ഈസി ആക്സസിന് വേണ്ടി ഈ ഒരു ഏരിയയിലെ സീറ്റിൻ്റെ ഡിസൈൻ അവർ വളരെ നോക്കിയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ റൗണ്ട് ഓഫ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാല് തറയിലേക്ക് കുത്താനും കംഫർട്ടബിളായിട്ട് വാഹനം സിറ്റി ട്രാഫിക്കിൽ ഓടിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനും ട്രയംഫ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 806 മില്ലിമീറ്ററാണ് ഈ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം 180 കിലോഗ്രാമാണ് ഈ ഒരു വാഹനത്തിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത്. 170 mm ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കാണ്. കുറച്ച് ഓഫ്സെറ്റ്
പൊസിഷൻഡ് ആയിട്ടുള്ള ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ്, ഗ്യാസ് ചാർജർ മോണോഷോക്ക് സസ്പെൻഷനാണ്. ഏകദേശം 120 mm ഇതിന് ട്രാവലും കിട്ടുന്നുണ്ട്. അലുമിനിയം സ്വിങ്ങാൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് അതിൽ ഒരു മാറ്റവും ട്രയംഫ് വരുത്തിയിട്ടില്ല. ബാക്കിൽ നമുക്ക് 230 mm ഡിസ്ക് ബ്രേക്ക് കാണാൻ സാധിക്കുകയാണ് വിത്ത് സിംഗിൾ പിസ്റ്റൺ വൈബ്രി ആക്ച്വലി മൗണ്ടഡ് കാലിപ്പർ. 17 ഇഞ്ച് തന്നെയാണ് ബാക്ക് അലോയ് വീലിൻ്റെ സൈസ്. പക്ഷേ ബാക്ക് ടയറിൻ്റെ സൈസ് വരുന്നത് 140 ആണ്. അതും നോൺ റേഡിയൽ MRF ടയേഴ്സാണ് ഈ ഒരു വാഹനത്തിലേക്ക് ട്രയംഫ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റിൻ്റെ പുറകിൽ ട്രയംഫിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കിരാബറയിൽ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി സ്പീഡ് 400 മറ്റും കണ്ടുള്ള അതേ സെയിം ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിനും ട്രയംഫ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ എക്സോസ്റ്റ് ഡിസൈൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതും സ്പീഡ് 400 എക്സാക്ട് സിമിലറായിട്ട് വരുന്ന ഒരു എക്സോസ്റ്റ് ഡിസൈനാണ്. ഇങ്ങനെ ഒരു സ്പോർട്ടി ലുക്കോളം തരുന്ന ഒരു എക്സോസ്റ്റ് ഡിസൈനാണ്. ഇനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. അപ്പോൾ എക്സോസ്റ്റ് നോട്ടിലും വ്യത്യാസമുണ്ടെന്നാണ് ട്രയംഫ് അവകാശപ്പെടുന്നത്. അതായത് ഇതിനെ കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള, കുറച്ചുകൂടെ കാമറായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് നമുക്ക് തന്നെ തീരുമാനിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്തായാലും നിങ്ങൾ തന്നെ ഒന്ന് കേട്ടിട്ട് പറയുക ഈ ഒരു സ്പീഡ് 400 ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്പീഡ് 400 ഇതിന് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രയംഫിൻ്റെ സെയിം TR സീരീസ് 400cc എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ടു ബി പ്രിസൈസ് 398.15cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 4 വാൽവ് DOSC എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. പക്ഷേ പവർ ആൻഡ് ടോർക്ക് വേറിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇതിന് കുറച്ച് പവർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. 30.6 bhp പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും 7000 RPM. അതേപോലെ തന്നെ 36 Nm ടോർക്ക് 5000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. സോ ഈ ഒരു പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സിലുള്ള വ്യത്യാസം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വാഹനത്തെ ഈസ് ഓഫ് യൂസിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്പീഡ് 400 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളായിരുന്നു. സോ അത്ര അഗ്രഷൻ കുറച്ച് ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടെ വാഹനം ലോ എൻഡിലേക്ക് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന രീതിക്കാണ് ട്രയംഫ് ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാക്കിൽ നമുക്ക് 39 ടീത്തിൻ്റെ സ്പ്രോക്കറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രോക്കറ്റും ഈ ഒരു പവർ ആൻഡ് ടോർക്കിൽ വന്നിരിക്കുന്ന ചേഞ്ച് പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സിൽ മാത്രമല്ല അതിൻ്റെ ഡെലിവറിയിലും നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നാണ് ട്രയംഫ് പറയുന്നത്. കാരണം സ്പീഡ് 400 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലോവർ എൻഡിലേക്ക് നമുക്ക് പവർ കിട്ടുന്ന രീതിക്കാണ് ഇതിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. സോ സ്പീഡ് 400 ഉണ്ടാകുന്ന ആ ഒരു ലോ എൻഡ് ലാഗ് ഈ ഒരു വാഹനത്തിൽ കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് സിറ്റി ട്രാഫിക്കിൽ ഹയർ ഗിയേഴ്സിലും ഈ ഒരു വാഹനത്തെ ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നതാണ് ട്രയംഫ് പറയുന്നത്. സോ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, ഈ പറയുന്ന പോലെയൊക്കെ അത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ സാധിക്കുള്ളൂ. സോ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് എഞ്ചിൻ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ചേഞ്ച്. ഇതുമൂലം വാഹനത്തിൻ്റെ ക്രൂസിംഗ് കേപ്പബിലിറ്റിയിലും മൈലേജിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നാണ് ട്രയംഫ് അവകാശപ്പെടുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 32 km/ലിറ്ററൊക്കെ ഈ ഒരു വാഹനത്തിൽ നിന്നും മൈലേജ് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ 100 km/h സ്പീഡിൽ നമുക്ക് ഏകദേശം 5500 RPM അല്ലെങ്കിൽ 5250 RPM തന്നെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ സാധിക്കും എന്നാണ് ട്രയംഫ് അവകാശപ്പെടുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വാഹനം കൈ കിട്ടിയാൽ മാത്രമേ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പറയുന്നത് കേട്ടിട്ട് നമുക്കത് ഒരു നൈസ് കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതാണ് ഇപ്പം എഞ്ചിൻ ഭാഗത്തു നിന്നുള്ള ഒരു ചേഞ്ച്. ഒരു നോർമൽ കേബിൾ ടൈപ്പ് ത്രോട്ടിലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോളും അവൈലബിൾ അല്ല. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ട്രയംഫ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡുവൽ ചാനൽ ABS നമുക്ക് ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കിട്ടണം. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നെങ്കിൽ 2,17,000 രൂപയാണ് എക്സ്-ഷോറൂം ഡൽഹി പ്രൈസ് വന്നിരിക്കുന്നത്. സോ ട്രയംഫ് 400cc ലൈനപ്പിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ദ മോസ്റ്റ് അഫോർഡബിൾ ബൈക്കായിട്ട് മാറിയിരിക്കുകയാണ് ഈ കാണുന്ന T4 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്താണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ഓൺ റോഡ് പ്രൈസിങ്ങിലും ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സ്പീഡ് 400 ഏകദേശം 23,000 രൂപയുടെ വ്യത്യാസമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് 400 ഒരു ഡെഡിക്കേറ്റഡ് വോക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ ഇതിനൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാണെന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയ 2025 മോഡൽ സ്പീഡ് 400 ഈ ഒരു വാഹനത്തിനോടൊപ്പം തന്നെ ട്രയംഫ് ലോഞ്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു വാഹനം ഈ ഒരു ക്ലാസ്സിലെ തന്നെ ലീഡിംഗ് വാഹനങ്ങളായിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 അതുപോലെ തന്നെ 100 350 പോലെയുള്ള മോഡൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ തോന്നുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.